നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി ഭരണത്തിൽ പുളയ്ക്കുകയായിരുന്നു അന്ന് ADGP ആയിരുന്ന MR അജിത് കുമാർ. CPM-നും പിണറായിക്കും ഏറെ പ്രിയപ്പെട്ടവൻ. 2023 കേരളത്തിന്റെ ആഭ്യന്തര സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു വിശ്വനാഥ് സിൻഹ. നല്ല കാര്യപ്രാപ്തിയുള്ള IAS ഉദ്യോഗസ്ഥൻ. പോലീസ് സേനയെ ഉദ്യോഗസ്ഥരെ ശരിയായ പാതയിൽ നയിക്കാൻ കെൽപ്പുള്ള ആഭ്യന്തര സെക്രട്ടറിയായിരുന്നു 2023 ചാർജ് എടുത്തത്. എന്നാൽ അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ. നേരിട്ട് എല്ലാ വിഷയങ്ങളും അജിത് കുമാറിന് പിണറായി വിജയനുമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയാണ് ആഭ്യന്തര സെക്രട്ടറി നിയമപരമായി എന്തു പറഞ്ഞാലും അപ്പോൾ തന്നെ ആഭ്യന്തര സെക്രട്ടറിയോട് ഒരു മറുപടി കൊടുക്കുന്ന MR അജിത് കുമാറിനെ നമ്മൾ കാണുന്നത്. ഞാൻ CM-നോട് സംസാരിച്ചോളാം എന്നാണ് MR അജിത് കുമാർ പലപ്പോഴും ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുന്ന മറുപടി. ഇത് ആഭ്യന്തര സെക്രട്ടറിയെ ചുടിപ്പിച്ചത് ചില്ലറയൊന്നുമല്ല. ഒടുവിൽ പിണറായി വിജയൻ നിലംപൊത്തി. VD സതീശൻ മുഖ്യമന്ത്രിയായി. ആഭ്യന്തര സെക്രട്ടറിയായി തുടർന്നിരുന്ന വിശ്വനാഥ് സിൻഹയെ പിന്നീട് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. പുതിയ സർക്കാർ അധികാരത്തിലെത്തി ഉടൻ തന്നെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് നവകേരള സദസ് അക്രമക്കേസ് അട്ടിമറിക്കാൻ ADGP പദവി ദുരുപയോഗം ചെയ്തു എന്ന കണ്ടെത്തലിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. സാധാരണഗതിയിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്തരം ഗുരുതരമായ കണ്ടെത്തലുകളിൽ എത്തിയാലും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് MR അജിത് കുമാറിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളായി നമ്മൾ കണ്ടത്. MR അജിത് കുമാറിനെതിരെയുള്ള ഒരു നടപടി വെറും അച്ചടക്ക നടപടിയിൽ ഒതുങ്ങുമെന്നാണ് പൊതുവെ പോലീസ് സേനയിലുള്ളവർ പോലും കരുതിയത്. എന്നാൽ അജിത് കുമാറിനെതിരെ സർക്കാർ കൈക്കൊണ്ടത് സസ്പെൻഷൻ എന്ന ഏറ്റവും കടുത്ത നടപടി തന്നെ. സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നിൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശക്തമായ ഇടപെടലുണ്ടായി എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ആഭ്യന്തര സെക്രട്ടറിയുടെ തലത്തിൽ തന്നെ ഒപ്പിട്ടിറക്കാമായിരുന്നു സസ്പെൻഷൻ ഉത്തരവ്. എല്ലാ നിയമവശങ്ങളും ഘടനയും കൃത്യമായി ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറി നേരിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെ വെറുതെ വിടില്ല എന്ന ശക്തമായ സൂചനയാണ് ഈ സസ്പെൻഷൻ ഉത്തരവിലൂടെ കേരളം മനസ്സിലാക്കുന്നതും. പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യം. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. കരുത്തനായ ഒരു ഭരണാധികാരി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിണറായി വിജയൻ്റെ കീഴിൽ ആഭ്യന്തര സെക്രട്ടറിയായി അദ്ദേഹം ഇരുന്ന കാലഘട്ടം പിണറായി വിജയൻ നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഭരിച്ചു. പോലീസിൻ്റെ വീഴ്ചകളിൽ കൃത്യമായ ഉപദേശം നൽകാനും തിരുത്തലുകൾ വരുത്താനും വളരെ ശക്തനാണ് വിശ്വനാഥ് സിൻഹ. എന്നിട്ടും വിശ്വനാഥ് സിൻഹയെ വകഞ്ഞുമാറ്റിയ ഭരണമാണ് അക്കാലത്ത് ആഭ്യന്തര വകുപ്പിൽ പിണറായി നടത്തിയത്. വിശ്വനാഥ് സിൻഹ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളുമൊക്കെ ശിരസാവഹിച്ചിരുന്നു. MR അജിത് കുമാർ പക്ഷേ ലവലേശം വകവെച്ചില്ല. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ പിണറായി വിജയനുമായുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില നൽകി. പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ MR അജിത് കുമാർ ശക്തനായിരുന്നു. എന്നാൽ പിന്നീട് വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽ അജിത് കുമാർ നിലംപൊത്താനുള്ള സാഹചര്യത്തിലെത്തി. ഭരണതലപ്പത്ത് വലിയ മാറ്റം. ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിയായി മാറുന്നു. അജിത് കുമാർ കാണിച്ച അമിത അധികാര പ്രയോഗങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കുമെതിരെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് വിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി കസേരയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു: പഴയതിന് ഒന്ന് കണക്ക് തീർക്കണം. സംസ്ഥാന പോലീസ് മേധാവിയായ രാവത ചന്ദ്രശേഖർ പൊതുവെ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന പ്രകൃതക്കാരനാണ്. MR അജിത് കുമാർ തെറ്റ് ചെയ്തു എങ്കിലും അദ്ദേഹത്തെ അത്രയധികം ശിക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടുകാരനായിരുന്നു പോലീസ് മേധാവി. അജിത് കുമാറിൻ്റെ കാര്യത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കേണ്ട എന്നായിരുന്നു പോലീസ് മേധാവിയുടെ നിലപാട്. എന്നാൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ കടുപ്പിച്ചതോടെ അജിത് കുമാറിന് രക്ഷയില്ലാതായി. ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്കും. അജിത് കുമാറിനെതിരെയുള്ള നടപടി പോലീസ് സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പാകണമെന്ന് വിശ്വനാഥ് സിൻഹ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സാധാരണ കീഴ്വഴക്കങ്ങൾ മാറ്റി നിർത്തി പൊതുഭരണ വകുപ്പ് വഴി ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയതും. രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ തെളിവുകൾ ഇല്ലാതാക്കാൻ അജിത് കുമാർ നടത്തിയ നീക്കങ്ങളും കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കേസ് ഡയറി മാറ്റി എഴുതിച്ചതും റഫർ റിപ്പോർട്ട് നൽകാൻ വഴിവിട്ട സമ്മർദ്ദം ചെലുത്തിയതുമൊക്കെ ഉത്തരവിൽ അതീവ ഗൗരവത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥനെന്ന നിലയിൽ CRPC സെക്ഷൻ 36 പ്രകാരം അന്വേഷണത്തിൽ ഇടപെടാൻ തനിക്ക് അവകാശമുണ്ട് എന്ന വാദമുഖമാണ് അജിത് കുമാർ ഉയർത്തിയത്. എന്നാൽ ഈ വാദം പൂർണ്ണമായി പൊളിച്ചടുക്കിക്കൊണ്ടുള്ള സസ്പെൻഷൻ ഉത്തരവ്. അജിത് കുമാറിനെതിരെയുള്ള നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചീഫ് സെക്രട്ടറിക്കും വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് പഴുതടച്ചുള്ള ഈ സസ്പെൻഷൻ ഉത്തരവ്. അധികാരം നീതി നടപ്പാക്കാനാണ്, പ്രതികളെ രക്ഷിക്കാനും ഇരകൾക്ക് നീതി നിഷേധിക്കാനുള്ളതല്ല എന്ന് ഉത്തരവിൽ എടുത്തു പറയുന്നു. ചുരുക്കത്തിൽ അജിത് കുമാർ മുന്നോട്ട് വെച്ച തടസ്സവാദങ്ങളൊക്കെ പൊളിച്ചെടുക്കിയാണ് സസ്പെൻഷൻ ഉത്തരവിൽ ഓരോരോ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബെവ്കോ CMD പദവിയിലിരിക്കവെയാണ് MR അജിത് കുമാർ ഇപ്പോൾ സസ്പെൻഷനിലാകുന്നത്. IPS തലപ്പത്തിരുന്ന് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എന്ത് അട്ടിമറിയും നടത്താം എന്ന് ചിന്തിക്കുന്നവരുടെ മേൽ ഒരിടിത്തിയായി മാറുന്നു ഇപ്പോൾ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ്. അജിത് കുമാറിന് കുരുക്കായി മാറിയത് ഡിജിറ്റൽ തെളിവുകളാണ്. പ്രതികളെ രക്ഷിക്കാനായി കേസ് ഡയറിയും അന്വേഷണ രേഖകളും തിരുത്താൻ അജിത് കുമാർ നിർദ്ദേശം നൽകി എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ. രക്ഷാപ്രവർത്തന കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയെന്നും ADGP MR അജിത് കുമാറിനെതിരെയുള്ള സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി എടുത്തു പറയുന്നു. കേസിലെ പ്രധാന പ്രതികളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ അജിത് കുമാർ തന്റെ അധികാരം ദുരുപയോഗം നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ഇൻസ്പെക്ടർ KP ടോംസൺ, DYSPമാരായ അരുൺ KS, സുനിൽ രാജ് എന്നിവർ SITക്ക് നൽകിയ മൊഴികളിൽ അജിത് കുമാറിന്റെ ഇടപെടലുകൾ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘാംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിൽ അജിത് കുമാർ അതൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണ ഡയറി പരിശോധിച്ച് കേസ് അവസാനിപ്പിക്കാൻ നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നവരുടെ മൊഴിയിലുണ്ട്. അന്വേഷണ പുരോഗതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും അതിലെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ എസ്കോർട്ട് സംഘാംഗങ്ങൾക്ക് സംഭവത്തിൽ പങ്കുണ്ട് എന്ന വിഷയത്തിൽ സൂപ്പർവൈസറി ഓഫീസർ എന്ന നിലയിലുള്ള ഇടപെടലുകൾ നിയമപരമായിരിക്കണമെന്നും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരിക്കണമെന്നും സസ്പെൻഷൻ ഉത്തരവിൽ എടുത്തു പറയുന്നു. അജിത് കുമാറിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരും ഈ അട്ടിമറി നീക്കത്തിൽ പങ്കാളികളായി എന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യവും സസ്പെൻഷൻ ഉത്തരവിൽ എടുത്തു പറയുന്നു. അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന റിപ്പോർട്ടാണ് DGP നൽകിയത്. ഓൾ ഇന്ത്യ സർവീസസ് ചട്ടങ്ങൾ പ്രകാരമാണ് അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നും സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ഈ കേസ് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തുടർ നടപടികൾക്ക് വേണ്ടി DGP റവത ചന്ദ്രശേഖരന്റെ പക്കൽ അന്വേഷണ സംഘം കൈമാറി. തുടർന്ന് ആഭ്യന്തര വകുപ്പിന് മുന്നിൽ ഈ റിപ്പോർട്ട് കൈമാറി. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി വിഷയം സംസാരിച്ചു. തുടർന്നാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നത്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ശക്തമായ നടപടികളിലേക്ക് കടന്നത് എന്ന് ഈ കേസിൽ ഏറെ ശ്രദ്ധേയം. അഗ്നിരക്ഷാസേന മേധാവി നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുമ്പോൾ അജിത് കുമാറിന് DGP പദവി ലഭിക്കുമെന്നായിരുന്നു പൊതുവെ കണക്കുകൂട്ടൽ. ശക്തമായ നിലപാട്, അതിശക്തമായ നടപടികൾ. MR അജിത് കുമാർ നിലംപൊത്തി വീണിരിക്കുന്ന കാഴ്ച. UDF സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നു നിന്നതും രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച ഈ സംഭവം. SIT അന്വേഷണം ഏറ്റവും ഒടുവിൽ MR അജിത് കുമാറിന്റെ സസ്പെൻഷനിൽ എത്തി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.